ഗോലോകത്തിൻ്റെ പ്രഭയെക്കുറിച്ച് നാം 27-ാം ശ്ലോകത്തിൽ ദർശിച്ചു. ഇനി 28-ാം ശ്ലോകത്തിൽ ആ പരമധാമത്തിൻ്റെ നടുവിൽ ഭഗവാൻ എങ്ങനെയാണ് വിരാജിക്കുന്നത് എന്ന് സൂത പൗരാണികൻ വിവരിക്കുന്നു. 28-ാം ശ്ലോകം. രത്നസിംഹാസനസ്ഥനായ ഭഗവാൻ. ഗോലോകത്തിൻ്റെ മധ്യഭാഗത്തെക്കുറിച്ചും അവിടെയുള്ള അത്ഭുതങ്ങളെക്കുറിച്ചും ഈ ശ്ലോകം സംസാരിക്കുന്നു. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. തന്മധ്യേ രത്നഗജിതം സിംഹാസനമനുത്തമം തത്ര തസ്ഥൗ ജഗന്നാഥഃ കൃഷ്ണഃ സ്വച്ഛാശയോ വിഭുഃ. പദാനുപദ അർത്ഥം. തന്മധ്യേ അതിൻ്റെ മധ്യത്തിൽ, തസ്യ മധ്യേ രത്നഗജിതം രത്നങ്ങൾ പതിപ്പിച്ച, സിംഹാസനം സിംഹാസനം, അനുത്തമം അതിനേക്കാൾ ഉത്തമമായി മറ്റൊന്നില്ലാത്ത ഏറ്റവും ശ്രേഷ്ഠമായ എന്നർത്ഥം. തത്ര അവിടെ, തസ്ഥൗ ഇരുന്നു സ്ഥിതി ചെയ്തു, ജഗന്നാഥാഃ പ്രപഞ്ചനാഥൻ, കൃഷ്ണഃ ശ്രീകൃഷ്ണൻ, സ്വച്ഛാശയഃ നിർമ്മലമായ ഹൃദയത്തോടുകൂടിയവൻ, വിഭുഃ സർവവ്യാപിയായ പ്രഭു. ശ്ലോകത്തിൻ്റെ സാരാംശം. ആ ഗോലോകത്തിൻ്റെ മധ്യത്തിൽ രത്നങ്ങൾ പതിപ്പിച്ച അതിശ്രേഷ്ഠമായൊരു സിംഹാസനമുണ്ട്. അവിടെ പ്രപഞ്ചനാഥനും സർവവ്യാപിയും നിർമ്മല ഹൃദയനുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിരാജിക്കുന്നു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം ഭക്തിയുടെ ഉന്നതമായൊരു ദർശനം, വിഷ്വലൈസേഷൻ നൽകുന്നു. മധ്യബിന്ദു, ദ സെൻറ്റർ. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭഗവാനാണെന്ന് തന്മധ്യേ എന്ന വാക്ക് സൂചിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യബിന്ദുവും ഭഗവാനാകുമ്പോഴാണ് ജീവിതം ഗോലോകം പോലെ സുന്ദരമാകുന്നത്. സ്വച്ഛാശയഃ പ്യുവർ ഇൻറ്റൻറ്റ്. ഭഗവാനെ ഇവിടെ സ്വച്ഛാശയഃ എന്ന് വിളിച്ചിരിക്കുന്നു. ഭഗവാൻ ആരോടും വിദ്വേഷമില്ല, പവിത്രമായ സ്നേഹം മാത്രമാണുള്ളത്. കണ്ണാടി ശുദ്ധമായാൽ മാത്രമേ അതിൽ പ്രതിബിംബം തെളിയൂ. അതുപോലെ ഭഗവാന്റെ നിർമ്മലമായ ഹൃദയത്തിലാണ് പ്രപഞ്ചം മുഴുവൻ പ്രതിഫലിക്കുന്നത്. രത്നസിംഹാസനം ഇത് ഭൗതികമായ അധികാരത്തെയല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഐശ്വര്യവും ആ പരമാത്മാവിലാണ് ലയിച്ചിരിക്കുന്നത് എന്ന സത്യത്തെയാണ് കാണിക്കുന്നത്. ഗുരുനാഥൻ്റെ ഉപദേശം. വത്സ, ഭഗവാൻ രത്നഖചിതമായ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ നിന്റെ ഹൃദയമാകുന്ന സിംഹാസനത്തെ നീ പവിത്രമായി സൂക്ഷിക്കണമെന്ന് ഓർക്കുക. നിന്റെ ഹൃദയം നിർമ്മലമാകുമ്പോൾ, അഥവാ സ്വച്ഛാശയഃ, അവിടെ ആ ജഗന്നാഥൻ വന്നിരിക്കും. പുറത്തെ രത്നങ്ങളെക്കാൾ പ്രധാനം ഉള്ളിലെ ഭക്തിയാകുന്ന രത്നങ്ങളാണ്. ഭഗവാന്റെ ഇരിപ്പിടത്തെക്കുറിച്ച് നാം കണ്ടു. ഇനി 29-ാം ശ്ലോകത്തിൽ ആ സിംഹാസനത്തിലിരിക്കുന്ന ഭഗവാന്റെ രൂപം, സൗന്ദര്യം എങ്ങനെയാണെന്ന് വിവരിക്കാൻ തുടങ്ങുന്നു. ആ ദിവ്യരൂപം നമുക്ക് ദർശിക്കാം. പരമാത്മാവായ കൃഷ്ണന്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.